ബീഹാർ ഇലക്ഷന്റെ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നിർണായകമാണ്. നിതീഷ് കുമാർ മന്ത്രിസഭയിലെ ഡസനിലധികം മന്ത്രിമാർ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഇന്നാണ് അവസാനഘട്ട ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് ഒരു വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ 3.7 കോടി ജനങ്ങൾ ഇന്നിത് വിധി എഴുതും. 20 ജില്ലയിലെ 122 നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ഇന്ന് പോളിംഗ് നടക്കുക, അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുക. 45,399 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സ്ഥാനാർത്ഥികൾ 1302 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. അതിൽ 136 പേർ സ്ത്രീകളാണ്. ഒരു ഭിന്നലിംഗക്കാരിയും ബാക്കി പുരുഷന്മാരാണെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ പോളിംഗ് നടക്കുക. ഈ ദില്ലി നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബീഹാറിലും ഒരു കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. മികച്ച പോളിംഗ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആദ്യഘട്ടത്തേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നത്. അത് ഇരു ക്യാമ്പിനും, അല്ലെങ്കിൽ NDA സഖ്യത്തിനായാലും മഹാസഖ്യത്തിനായാലും ഒരുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം മഹാസഖ്യത്തെ അധികാരത്തിലേക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളുടെ അവകാശവാദം. അതേസമയം തന്നെ 160-ലധികം സീറ്റുകൾ നേടി NDA സഖ്യം തന്നെ വീണ്ടും ഒരു ഭരണ തുടർച്ച നേടുമെന്നായിരുന്നു അമിത്ഷാ അടക്കമുള്ള നേതാക്കളുടെ അവകാശവാദം. അങ്ങനെ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് മേഖലയിലുള്ള, അല്ലെങ്കിൽ NDA സഖ്യത്തിന് ഏറെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് കൂടിയാണുള്ളത്. നിതീഷ് കുമാർ അടക്കമുള്ള, അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ മന്ത്രിസഭയിലെ പ്രമുഖ ഡസനിലധികം വരുന്ന മന്ത്രിമാരും ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ ജനവിധി തേടും എന്താണ്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടത്തെ നേരിടാൻ പോകുന്നത്. 1306 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അതേസമയം തന്നെ ഇന്ന് 5 മണിക്ക് ശേഷം ഒരു അഭിപ്രായ സർവേ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വരും. അതിലായിരിക്കും നിലവിലെ സാഹചര്യം, അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഏകദേശം വ്യക്തമാവുക. ഈ എക്സിറ്റ് പോളുകൾ വരുന്നത് കൂടിയായിരിക്കും. അതേസമയം തന്നെ 2020 ശേഷം പുറത്തു വന്ന അഭിപ്രായ സർവേകളെല്ലാം തകിടം മറിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും വളരെ നെഞ്ചെടുപ്പോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇരു മുന്നണികളും, അത് മഹാസഖ്യമായാലും NDA സഖ്യമായാലും, ഒരുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്നതാണ്. ശരി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഏറെ നിർണായകം തന്നെയാണ്. നിതീഷ് കുമാർ മന്ത്രിസഭയിലെ ഡസനിലധികം മന്ത്രിമാർ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.